നമസ്കാരം. യൂട്യൂബിൻ്റെ ചെറിയൊരു ടിപ്പാണെന്ന് പറയുന്നത്. യൂട്യൂബിൽ ഒത്തിരി മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. യൂട്യൂബിലെ മാറ്റങ്ങൾ എന്ന് പറയുന്നത് മോണിറ്റൈസേഷൻ എന്ന് പറയുന്ന YPP പ്രോഗ്രാം അല്ലേ. നമ്മളെല്ലാം യൂട്യൂബിൽ വീഡിയോ ചെയ്യുന്നത് YPP പ്രോഗ്രാമിന് വേണ്ടിയാണ്. എന്ന് പറഞ്ഞാൽ YPP നിങ്ങൾക്കറിയാലോ, അതായത് മോണിറ്റൈസ് ആക്കുക, നമ്മുടെ ചാനലെല്ലാം മോണിറ്റൈസേഷൻ ചെയ്യുക, അതിലൂടെ നമ്മളൊരു വരുമാനം ഉണ്ടാക്കുക എന്നതാണ് നമ്മുടെയൊക്കെ ആഗ്രഹം. പക്ഷേ അതിനൊക്കെ ഒരു എന്താ പറയണ്ടേ, കടക്കൽ കൊണ്ട് കത്തി വെക്കുന്നതിന് തുല്യമായിട്ട് പുതിയ പുതിയ നിയമങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനത്തെ ഒരു ലേറ്റസ്റ്റായിട്ട് വന്ന നിയമമാണ്. നിലവിൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, YPP പ്രോഗ്രാമിൻ്റെ ചേരണമെങ്കിൽ 500 സബ്സ്ക്രൈബർ മതിയായിരുന്നു. അത് 90 ദിവസത്തിനുള്ളിൽ നമുക്ക് 3000 വാച്ച് ടൈം ആയിക്കഴിഞ്ഞാൽ, 500 സബ്സ്ക്രൈബർ 3000 വാച്ച് അവർ അല്ലെങ്കിൽ വാച്ച് ടൈം ആയിക്കഴിഞ്ഞാൽ നമ്മുടെ ഹാഫ് മോണിറ്റൈസേഷൻ ആകുമായിരുന്നു. എന്നിട്ട് നമുക്ക് ലഭിക്കുന്നത് മെമ്പർഷിപ്പ് കിട്ടും, സൂപ്പർ ചാറ്റ് കിട്ടും, അതുപോലെ തന്നെ താങ്ക്സ് ഷോപ്പിംഗ്, ഇങ്ങനെയുള്ള സംവിധാനങ്ങളൊക്കെ ആക്റ്റീവ് ആവും. ഫുൾ മോണിറ്റൈസേഷൻ എന്ന് പറയുന്ന ക്രൈറ്റീരിയ ഇപ്പോഴും നിലവിലുള്ളത് 1000 സബ്സ്ക്രൈബറാണ്. 4000 വാച്ച് ടൈം വേണം, 4000 മണിക്കൂർ വാച്ച് ടൈം വേണം. അപ്പോൾ അതൊരു വർഷത്തെ കണക്കാണ് രണ്ടിൻ്റെയും പറയുന്നത് കേട്ടോ. അപ്പം 12 മാസത്തെയാണ് 4000 വാച്ച് ടൈം വേണ്ടത്. ഷോർട്സ് ആണെങ്കിൽ 10 മില്യൺ വേണം 90 ദിവസത്തിനുള്ളിൽ. അപ്പോൾ അതാണ് ഇതിൻ്റെ മെയിനായിട്ടുള്ള കാര്യങ്ങളുണ്ടായിരുന്നത്. പക്ഷേ പുതിയ നിയമം നിങ്ങൾക്ക് ഒരുപാട് പേർക്ക് വന്നിട്ടുണ്ടാവും. അപ്പോൾ വന്നപ്പോൾ നിങ്ങൾക്കൊരു നോട്ടിഫിക്കേഷനായിട്ട് നിങ്ങളുടെ യൂട്യൂബ് സ്റ്റുഡിയോയിൽ വന്ന് കിടക്കും. അത് നിങ്ങൾ എഗ്രി ചെയ്തേ പറ്റുള്ളൂ. അത് എഗ്രി ചെയ്യാനുള്ള സമയം ഉണ്ട്. ആ സമയം ഈ പറഞ്ഞ 2027 ഫെബ്രുവരിക്ക് മുമ്പ് വരെ 1 മുതലാണ് ഇത് ആക്റ്റീവ് ആകുന്നത്. 2027 ഫെബ്രുവരി 1-ാം തീയതി മുതൽ പുതിയ നിയമം പ്രാബല്യത്തിൽ വരും. അപ്പോൾ നമ്മളത് അംഗീകരിച്ചേ പറ്റുള്ളൂ. ഇല്ലെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട ഒരു മാർഗ്ഗം എന്ന് പറയുന്നത്, അപ്പോൾ പലരും പല ചോദ്യങ്ങളും ചോദിക്കുകയും, ഈ 2027 ഫെബ്രുവരി 1-ാം തീയതിക്ക് മുമ്പ് ഞങ്ങൾക്ക് 4000 വാച്ച് ടൈം ആവുകയാണെങ്കിൽ മോണിറ്റൈസേഷൻ ചെയ്യാൻ സാധിക്കില്ലേന്ന്. വളരെ ശരിയാണ്. 4000 മണിക്കൂർ വാച്ച് ടൈം ലോങ് വീഡിയോ ഇടുന്നവരാണെങ്കിൽ അത് നിങ്ങൾക്ക് 2027 ഫെബ്രുവരി 1-ാം തീയതിക്ക് മുമ്പ് ആവുകയാണെങ്കിൽ നിങ്ങളെ ചാനൽ മോണിറ്റൈസേഷൻ ചെയ്തെടുക്കാൻ പറ്റും. അതല്ല ഫെബ്രുവരിക്ക് ശേഷം ആകുന്നെങ്കിൽ 4000 പോരാ, നിങ്ങൾക്ക് 8000 വേണം. പുതിയ നിയമപ്രകാരം 8000 നിങ്ങൾക്ക് വേണ്ട ലോങ് വീഡിയോയിലെ വാച്ച് ടൈം. ഒറ്റ അഡ്വൈസ് ഞാൻ തരുന്നുള്ളൂ, ഒത്തിരി പണം മുടക്കി നിങ്ങൾ ഇതിനകത്ത് ഇറങ്ങരുത്. ഒന്നും കിട്ടില്ല നിങ്ങൾക്ക്. ഞാനൊക്കെ യൂട്യൂബിൽ വർഷങ്ങളോളം 6 വർഷം 7 വർഷമായിട്ടും ചാനൽ മോണിറ്റൈസേഷൻ എടുത്ത് ഒരു 5 കൊല്ലോ 4 കൊല്ലോ ഒക്കെ കഴിഞ്ഞപ്പോഴാണ് യൂട്യൂബിൽ എനിക്ക് മോണിറ്റൈസേഷനൊക്കെ ആയി കിട്ടുന്നത്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും അത്രയും ടൈം ഇതിനാവശ്യമാണ് അല്ലേ. ഒരു 4000 മണിക്കൂർ ആക്കുമെന്ന് പറയുന്നത് അത്ര ഹാർഡ് വർക്കുള്ള കാര്യമാണ്. അപ്പം നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട, ഞാൻ നിങ്ങളെ ടെൻഷൻ അടിക്കാൻ പറഞ്ഞതല്ല. അപ്പോൾ യൂട്യൂബിലെ ക്രൈറ്റീരിയ മാറി. ഒരുപാട് പേര് ലോങ് വീഡിയോ ഇടാത്തവരുണ്ട്. നിങ്ങൾ ലോങ് വീഡിയോയും കൂടി ഇടുക. ഷോർട്ടായിട്ടുള്ള വീഡിയോ ഇടുന്നവർ അപ്പോൾ ഷോർട്സിനോടൊപ്പം തന്നെ ലോങ്ങും കൂടി ഇടുക. അതുപോലെ തന്നെ പഴയതുപോലെ ഷോർട്സിനൊന്നും വ്യൂ കിട്ടുന്നില്ല, അതുപോലെ തന്നെ ലോങ് വീഡിയോയ്ക്കും ഒന്നും കിട്ടുന്നില്ല, വ്യൂ ഒന്നും കിട്ടുന്നില്ല. അപ്പോൾ നമുക്ക് അടിമുടി മാറ്റം വന്നേ പറ്റുള്ളൂ. നമുക്ക് അടിപൊളി മാറ്റം വന്ന് നല്ല വീഡിയോകളൊക്കെ ചെയ്തിടുക. പുതിയ ട്രിക്കുകളും ഐഡിയകളും എല്ലാം ഇതിൽ പങ്കുവയ്ക്കുന്നതാണ് ഈ ചാനൽ. നിങ്ങൾക്ക് ഉപകാരപ്പെടട്ടെ. അതുകൊണ്ട് എനിക്കൊന്നും കിട്ടാനില്ല. ഈ ചാനലിലൂടെ നിങ്ങൾക്ക് ഒരറിവ് കിട്ടാൻ വേണ്ടി മാത്രമാണ് ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ പറയുന്നതിൽ ഞാൻ പറയുന്നത് എന്തെങ്കിലും തെറ്റുകളുണ്ടെങ്കിൽ നിങ്ങൾ തിരുത്താനുള്ള അവകാശം നിങ്ങൾക്കുണ്ട്. നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും തെറ്റുകളുണ്ടെങ്കിൽ, എനിക്കറിയാത്ത കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളും എനിക്ക് പറഞ്ഞു തരിക. നമുക്ക് ഒരുമിച്ച് യൂട്യൂബിൽ മുന്നോട്ട് പോകാം, വളരാം. ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ പറ്റിയ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഒന്ന് കൂടെ ബെല്ലിലേക്കൊക്കെ അമർത്തുക. നമുക്ക് യൂട്യൂബുമായി ബന്ധപ്പെട്ട കണ്ടൻറ്റ് ഇതിലിടുന്നതാണ്. അപ്പം എല്ലാവരും കണ്ടുകൊണ്ടിരിക്കുക. ഓക്കെ, ബൈ.